എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ഓരോ ദിവസവും അങ്ങനെയാണ് സൃഷ്ടിയുടെ കഥ അവസാനിക്കുന്നത്. എല്ലാം നല്ലതെന്ന് കണ്ടു. ഈ മനുഷ്യൻ്റെ ഒരു ഡിസൈനിങ്ങും ദൈവത്തിൻ്റെ ഒരു ഏരിയൽ വിഷൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ എല്ലാ അനുഭവങ്ങളും നല്ലതാണെന്നൊക്കെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു വ്യത്യാസം ജീവിതത്തിലുണ്ടാകും. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായി പരിണമിപ്പിച്ചു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. ജപ്പാനിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത അവിടെ വിളമ്പുന്ന മനുഷ്യർ ഡിമെൻഷ്യ ബാധിച്ച മനുഷ്യരാണ്. ഓർമ്മക്കുറവോ ഓർമ്മയുടെ നാശവും സ്മൃതിനാശമൊക്കെ സംഭവിച്ച മനുഷ്യരാണ്. ഏതൊരു ഭോജനശാലയിൽ വന്ന പോലെ നിങ്ങൾ വളരെ നേരം എടുത്തിട്ടാണ് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക. ആ മെനുവിൽ നിന്ന് ഓർഡർ ചെയ്യുക. അവരതിൻ്റെ സ്ലിപ്പുമായിട്ട് അകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ഓർമ്മയിൽ തടഞ്ഞ എന്തോ ഒന്നാണ്, അല്ലെങ്കിൽ ആദ്യം കണ്ട എന്തെങ്കിലും ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കതിൻ്റെ മീതെ പ്രശ്നം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇത് നിങ്ങൾ ഓൾറെഡി കരുതിയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. കാരണം ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, റെസ്റ്റോറൻറ്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡേഴ്സ് എന്ന്. ഈ തെറ്റായ ഓർഡറുകളോ ആ ഓർഡറുകൾക്ക് തെറ്റായിട്ട് ലഭിക്കുന്ന വിഭവങ്ങളോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാം. അതൊരു ഫൺ പാർട്ട് കൂടിയായിട്ടാണ് പലരും എടുക്കുന്നത്. നമുക്കെന്താണ് കിട്ടാൻ പോകുന്നത് പറയുന്നത് ഈ ലോട്ടറി എടുക്കുന്ന കണക്കാ. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം തന്നെ കിട്ടിയെന്നിരിക്കാം. പലപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. മറ്റൊരു ഭക്ഷണം നിങ്ങളുടെ മേശയിലേക്ക് വെച്ച് വിളമ്പുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. കാരണം ഇവിടെ ഞങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ ഭക്ഷണവും വളരെ രുചിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് ഖേദിക്കേണ്ട കാര്യമില്ലെന്നുള്ളത്. എനിക്കിതൊരു സ്പിരിച്വൽ പാരബിളായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കാരണം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 10 വചനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന, പലതവണ നമ്മൾ തന്നെ ഇതിനകത്ത് ആവർത്തിച്ച് കേട്ടിട്ടുള്ള ആ വാക്കാണിത്. ലൂക്കാ 10:8. എവിടെ പോയാലും നിങ്ങളുടെ മേശയിൽ വിളമ്പുന്നത് ഭക്ഷിക്കുക. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്, ഈറ്റ് വാട്ട് ഈസ് സെർവ്ഡ് ബിഫോർ യു. അപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ വേർഷനായിട്ട് തന്നെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരു ചെറിയ മകളോട് പറയേണ്ടതായിട്ട് വന്നു. അവളുടെ മനസ്സമ്മതം പിറ്റേന്ന് വൈകുന്നേരമാണ്. തലേന്ന് എന്തോ കാരണങ്ങൾ കൊണ്ട് അവൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ പിൻവാങ്ങി. സ്വാഭാവികമായിട്ടൊരു വീടിനകത്ത് ഇതുണ്ടാക്കുന്ന ഒരു ജർക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഠിനമാണ്. ഇതുമാത്രം ഒരുക്കങ്ങൾ, ഇതുമാത്രം വിരുന്നുകാർ വരേണ്ടതാണ്, ഇതുമാത്രം പേരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ബാധ്യത. അവൾക്കുണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്ന ചെറുതല്ല, ഒരു ട്രോമ സിറ്റുവേഷനാണ്. വളരെ അടുപ്പമുള്ളൊരു വീടായതുകൊണ്ട് ആ കുട്ടിയുമായിട്ടിരിക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി. ചെല്ലുമ്പോൾ ആ വീടൊരു അത്ര സന്തോഷമുള്ള വീടായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു ലൈറ്റ്സ് ഒക്കെ പോലും ഇങ്ങനെ ഓഫ് കിടക്കുന്ന ഒരിടം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു കഥ പറയണമെന്നൊക്കെ തോന്നി. ആ ഒരു കഥയുടെ ഒരു ബെനഫിറ്റ് ഇല്ലെങ്കിൽ പോലും ജീവിതത്തെ ഭംഗിയായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന, പ്രസാദത്തോട് സ്വീകരിക്കാൻ പറ്റുന്ന, കുലിയോട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിംഗ് ഉള്ളൊരു പെൺകുട്ടി തന്നെ ഇത്. പക്ഷേ ഇത്തരം ചില സൂചനകൾ ചില കഠിനകാലങ്ങൾ ക്രോസ് ചെയ്യാനായിട്ട് നമ്മളൊരു പക്ഷേ സഹായിച്ചെന്നിരിക്കും. ജീവിതം എന്തൊരു അവിചാരിതമായ ഒരു യാത്രയുടെ പേരായത്. ഇങ്ങനെ പിരിയങ്കോവണി കണക്കുള്ള ജീവിതം എന്നൊക്കെ പണ്ടൊക്കെ ഇത്തിരി പോയറ്റിക്കായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിരിയങ്കോവണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുടെ ആത്മകഥയുടെ പേര് കൂടിയാണ്. കാർനാംസ്ട്രോങ് എന്ന് പറയുന്ന അവരുടെ ആത്മകഥയുടെ പേര് അത് തന്നെയാണ്, സ്പൈറൽ റൈഡർ. കാരണം ഓരോ വളവിലും അവിചാരിത അനുഭവങ്ങൾ
നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിധത്തിൽ അത്രയും ഇങ്ങനെ അപ്രതീക്ഷിത അനുഭവങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരുപക്ഷെ വളരെയേറെ ശരണപ്പെടാവുന്ന, മെഡിറ്റേറ്റ് ചെയ്യാവുന്നൊരു വാക്ക് ഇത് മാത്രമാണ്: എന്താണോ ജീവിതം നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നത് അതിനെ കുലീനമായിട്ട് നേരിടുക, കുലീനമായിട്ട് ഭക്ഷിക്കുക. എളുപ്പമല്ല, ഇതൊന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കഥയ്ക്കകത്ത്, നമ്മളീ പറഞ്ഞ ഇല്ലസ്ട്രേഷനകത്ത് ഒരു ബെനഫിറ്റുണ്ട്. അതാ മാനേജ്മെൻറ്റ് തരുന്ന ഉറപ്പാണ്. മറ്റൊരു വിഭവം അവർ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ച് വിളമ്പുന്നത് കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നു. കാരണം ഈ റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്ന എല്ലാ വിഭവവും നല്ല, ഏതൊരു വിഭവവും നല്ലതാണെന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നിശ്ചയമായിട്ടും ഈ വേദപുസ്തകമൊക്കെ പറയുന്നതാണ്, അത്യുന്നതൻ്റെ ഒരു പ്രസാദം തന്നെ വേണ്ടി വരും. മുകളിൽ നിന്ന് തന്നെ ഒരു മിന്നൽ വന്ന് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം നല്ലതാണെന്ന് പറയുന്ന വസ്തുതല എല്ലാ അനുഭവങ്ങളും നല്ലതാണെന്നൊക്കെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു വ്യത്യാസം ജീവിതത്തിലുണ്ടാകും. ഈ വിഭവം ആശിച്ചു കിട്ടിയില്ല, പക്ഷെ അതുകൊണ്ട് ഈ വിഭവം മോശമാണെന്നുള്ള അർത്ഥമില്ല. താരതമ്യങ്ങളോ നമ്മൾ ഇടയ്ക്ക് പറയുന്ന കണക്ക് മത്സരങ്ങളോ പരിഭവങ്ങളോ ആവശ്യമില്ലാത്ത വിധത്തിൽ എല്ലാത്തിനും അതിൻ്റേതായൊരു മെച്ചം, ഭംഗിയുണ്ടെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ആ പുസ്തകം ആരംഭിക്കുന്നത്. എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ഓരോ ദിവസവും അങ്ങനെയാണ് സൃഷ്ടിയുടെ കഥ അവസാനിക്കുന്നത്. എല്ലാം നല്ലതെന്ന് കണ്ടു. എന്നിട്ടിങ്ങനെ ഈ സെൻ പാരമ്പര്യത്തിൽ ഒരു ഗുരുവിന് പ്രകാശം കിട്ടിയൊരു കഥയുണ്ട്. അയാളിങ്ങനെ ഒരു ചന്തയിലൂടെ പോവുകയായിരുന്നു. ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ കടയാണ്. ഒത്തിരി ആൾക്കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു, എനിക്ക് ആ പന്നിക്കുട്ടനിൽ നിന്ന് നല്ലൊരു കഷ്ണം ഇറച്ചിയെടുത്തത്. ഇത്തിരി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കാം അയാൾക്ക്, ബുച്ചർക്ക്. അയാൾ കത്തിയുമായിട്ട് പുറത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഈ പന്നിക്കുട്ടനിൽ ഏതാണ് നല്ലതല്ലാത്തത്? പെട്ടെന്ന് ഈ ഗുരുവിന് ബോധോദയമുണ്ടായി. ബുദ്ധ പാരമ്പര്യങ്ങളിലൊക്കെ അതങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇങ്ങനെ ബുദ്ധ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, അതിങ്ങനെ ലിറ്ററലി സംഭവിക്കുക. ഈ ഒരു കച്ചവടക്കാരൻ പെട്ടെന്ന് ഇയാളുടെ ബുദ്ധനായിട്ട് മാറുകയാണ്. എന്താണ് നല്ലതല്ലാത്തത്? എന്തിനേയും നല്ലതായിട്ട് കണ്ട് നല്ലതായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരു മനോഭാവത്തിലേക്കുള്ള ഒരു പാഠഭാഗമായിട്ട് പോലും ലൂക്കാ 10:8 മനസ്സിലാക്കാൻ നല്ലതാണ്. വിളമ്പിയത് ഭക്ഷിക്കുക. വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും നെഗറ്റീവായൊരു കാര്യമോ മോശപ്പെട്ടമായ കാര്യം മാത്രമായിട്ട് അതിനെ കരുതരുന്ന കൂടി ഒരു സൂചന ഉണ്ട്. ആദ്യകാലത്തൊക്കെ ആ വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞൊരു വിചാരം പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിട്ട് അതിനെ കണ്ടത് ഇല്ല. ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു കാര്യമായിരിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ച് വിളമ്പുക. കാരണം ഈ മനുഷ്യൻ്റെ ഒരു ഡിസൈനിങ്ങും ദൈവത്തിൻ്റെ ഒരു ഏരിയൽ വിഷൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാത്തിനും ഉതകുന്ന, എല്ലാത്തിനും പ്രകാശിപ്പിക്കുന്ന, നമുക്ക് ഒരു കുറേ കൂടി മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമേ ഈശ്വരൻ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നുള്ള ധൈര്യം അതാ. ഇത് റോമ 8:28 വിശ്വാസത്തെ കുറച്ചുകൂടി അടിവരയിട്ട് വായിക്കേണ്ട കാലമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായ ഒരു കാലത്ത് പലതിനും മീതെയുള്ള നമ്മുടെ ചില കാര്യങ്ങൾ ഉലഞ്ഞു. പലതിനെക്കുറിച്ചും സംശയവും വീണ്ടും വിചാരമൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു കാര്യം വളരെ ശക്തമായിട്ട് ഉള്ളിൽ കടന്നു. അതിങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കരിസ്മാറ്റിക് മൂവ്മെൻ്റൊക്കെ ഉണ്ടായ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ച് ചേട്ടന്മാർ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു. അവർ കുട്ടികളെന്ന നിലയിൽ പലപ്പോഴും നമ്മളെ വിളിച്ച് ചില ക്ലാസ്സൊക്കെ തരാറുണ്ട്. അന്ന് പതിഞ്ഞൊരു കാര്യമായിട്ട് അതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടുമില്ല. അത് റോമ 8:28 ഇങ്ങനെയാണ്: തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായി പരിണമിപ്പിച്ചു. ഇവോൾവിങ് സ്റ്റാറ്റസ് ഈസ് ഗുഡ്നസ്. നന്മയാണെന്നല്ല പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഒരു നാളെ നടക്കാനുള്ള ചടങ്ങ് മാറിപ്പോയെന്ന് പറയുന്നത് നന്മയാണെന്ന് അപ്പം ആ വീട്ടുമുറ്റത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ വെറുതെ ആതിഥ്യമര്യാദ കൊണ്ട് മാത്രം അവർ പക്ഷെ കേട്ടെന്നിരിക്കും. അതൊരു സുജന മര്യാദയുടെ ഭാഗമായിട്ട് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഇതാണോ നന്മ? പക്ഷേ നന്മയല്ല, അല്പം പോലും നന്മയല്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാര്യത്തെ എങ്ങനെയാണ് നന്മയെന്ന് വിളിക്കാൻ പറ്റുക? പക്ഷേ നന്മയാണെന്നല്ല ഈ പുസ്തകം പറയുന്നത്. പിന്നെയോ നന്മയായി പരിണമിപ്പിക്കപ്പെട്ടു.
ഇവോൾവിങ് സ്റ്റാറ്റസ് ഈസ് ഗുഡ്നസ്. ഇതിനകത്തുനിന്നൊരു നന്മ രൂപപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഒരുമിച്ച് പാർക്കാൻ പറ്റുന്ന വിധത്തിൽ മാനസിക ഐക്യമോ കുട്ടികളുടെ ഭാഷയിൽ ഫ്രീക്വൻസിയോ ഇല്ലാത്ത രണ്ട് വ്യക്തികൾ തങ്ങളെത്തിയിരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ സമ്മർദ്ദം മൂലം അതിൽ മുമ്പോട്ട് പോകാനായിട്ട് അവർ വിചാരിക്കുകയാണെങ്കിൽ, അവർ ചില കോംപ്രമൈസിന് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മെലങ്കോളിക്കായ ദുഃഖിതരായ രണ്ട് മക്കളെ ചിലപ്പോൾ കാണേണ്ടി വരുന്നിരിക്കും. അവിടേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പേ അവരൊരാൾ പിൻവാങ്ങിയെന്നുള്ളത് വാസ്തവത്തിൽ അവരുടെ വീട്ടിൽ ഈ പ്രതിസന്ധി തന്നെ ഉണ്ട്, അവിടെയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ കുറേ കൂടി മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ചിലപ്പോൾ കൂടുതൽ സഹായകരമാകും. അപ്പോൾ എന്തും ഈ നന്മയായി പരിണമിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നന്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു ബ്രാൻഡോ പാർക്കുന്ന വീടിൻ്റെ വലിപ്പമൊന്നുമല്ല. ഈ ഇത്തിരി ഇടത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാത്തരി വെളിച്ചവും നന്മയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് തന്നെയാണ് എനിക്കും ആവർത്തിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ആകുലതകളും ടോക്സിക്കായ ബന്ധങ്ങളും ഇങ്ങനെ അലട്ടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ സ്പിൻ ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളുമൊക്കെ ആ ഇത്തിരി ഇടത്തിന് പ്രകാശം നൽകി. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളൊരു തിരുവചനം തപ്പിയെടുക്കാനായിട്ട് പറയുമ്പോൾ പണ്ട് ആ കരിസ്മാറ്റിക് ചേട്ടന്മാർ പഠിപ്പിച്ചു തന്ന ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായി പരിണമിപ്പിച്ചു. നമ്മൾ ഈ വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് സൂചനകൾ വെറുതെ എടുത്തന്നല്ലാണ്. വാസ്തവത്തിൽ ഇതൊരു കൾച്ചറൽ അഡാപ്ഷൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു ടെക്സ്റ്റ് കൂടിയാണ്. പോകുന്നിടത്തൊക്കെ ഉള്ള സംസ്കാരങ്ങളെ സ്വാംശീകരിക്കാൻ പഠിക്കുക എന്നുള്ള വളരെയേറെ പ്രവാസികളുള്ള ഒരു നാടാണ് നമ്മുടേത്. ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ നമുക്കിത്തിരി ഇങ്ങനെ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഹോബി ഉണ്ടായി. സ്റ്റാമ്പ് കളക്ഷൻ ഹോബി ആരംഭിക്കുമ്പോഴേക്കും നമുക്കൊരു ധാരണയുമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം പേര് പുറത്ത് പോയിട്ടുള്ളതായിട്ട്. പക്ഷെ ഇതിന് പിന്നാലെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പാഠപുസ്തകങ്ങളിൽ പോലും കേട്ടിട്ടില്ലാത്ത പേരുകളിലുള്ള നാടുകളിൽ നമ്മുടെ അയൽക്കാരും ദേശക്കാരും ഒക്കെ ഉണ്ട്. തൊട്ടടുത്ത ഒരു വീടെന്ന് പറയുന്ന അതിൻ്റെ വീട്ടുപേര് കോച്ച എന്നാണ്. ഒരു ജാപ്പാനീസ് ഒരു പേരാണ്. ആ വീട്ടിലെ അമ്മ ജപ്പാനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ ദേശങ്ങൾ, ബ്രൂണോ എന്ന് പറഞ്ഞ ദേശം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ നമുക്ക് പരിചയമില്ലാത്തതുമായ പല പേരുകൾ കേൾക്കുകയാണ്. നമുക്കൊരു ഈ സ്റ്റാമ്പ് കളക്ഷൻ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. മിക്കവാറും ഒരു 10 വീടുകൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുകയോ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഈ പോകുന്നിടത്തൊക്കെ ഉള്ളൊരു സാംസ്കാരിക അനുരൂപണത്തിന് അവർ തയ്യാറായിട്ടുണ്ടില്ല എന്നുള്ള. എത്രയോ വർഷങ്ങൾ ഗൾഫിൽ ജീവിച്ചിട്ടും ആ മനുഷ്യർ പാർക്കുന്ന, വിശേഷം നമ്മുടെ ഒരു ദേശത്തിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക ഘടനയെ മെച്ചപ്പെടുത്തിയത്, ഈ ദേശത്തെ നമുക്കറിയാവുന്നൊരു കേരളമാക്കി മാറ്റിയതിനകത്ത് നല്ലൊരു പങ്കെന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു ഇടത്തിൽ നിന്നുള്ള ഗൾഫ് മേഖലയിൽ നിന്നുള്ളൊരു ധനമാണ്. ആ നാടിൻ്റെ രീതികളോ ആ നാടിൻ്റെ സംസ്കാരമോ അതിൻ്റെ ഭക്ഷണമോ ഒന്നും നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. വാസ്തവത്തിൽ ഒരു ചരിത്രമോ കാലമോ മുമ്പോട്ട് പോകണമെങ്കിൽ സംഭവിക്കേണ്ട ഒരു അനുരൂപണമുണ്ട്, അഡാപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്തൊരു സർവൈവലിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. നമുക്ക് നമ്മൾ പറയുന്ന ഈ ജനറേഷൻ്റെയൊക്കെ പ്രശ്നം എന്താണത്? കുട്ടികൾ എത്തിയിരിക്കുന്ന ഒരു കാലത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഒരു ഫോൺ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ പോലും അതിങ്ങനെ ഒരു ടച്ച് ഫോൺ ആകുമ്പോൾ നമ്മളത് വിസമ്മതിക്കുന്ന വാസ്തവത്തിൽ ആഡംബരത്തോടുള്ള വൈമുഖ്യം കൊണ്ട് മാത്രമല്ല, നമുക്ക് പരിചയമുള്ള ഒരു ഫോണിനെ വിട്ടിട്ട് നമുക്ക് അതൊരു സേഫായ സംഭവമാണ്. അതിനെ വിട്ടിട്ട് പുതിയൊരു രീതി പരീക്ഷിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ളൊരു പ്രശ്നം എല്ലാ മനുഷ്യർക്കുമുണ്ട്. മനുഷ്യർ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പലതിന് അകത്തും അവരേറ്റെടുക്കേണ്ടി വരുന്ന ഒരു അഡാപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ കൂടി മനസ്സിലെടുത്താന്നല്ല. വീടിനകത്തൊക്കെ നടക്കുന്ന പല തർക്കങ്ങളുടെയും പ്രശ്നം അതുതന്നെയാണ്. ഓരോരുത്തരും എത്തിയിരിക്കുന്ന ഒരു കാലത്തിൻ്റെ പ്രത്യേകതകൾ, അവർ പാർക്കുന്ന ഇടങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ കണ്ടെത്തി അതിനോട് നീതി പുലർത്താനും അതിൻ്റെ അംശമായി മാറാനായിട്ടുള്ള ഒരു വെളിച്ചമോ വലിപ്പമോ ഒക്കെ നമുക്ക് കിട്ടാതെ പോകുന്നു. ഇപ്പോൾ അത് വായിക്കുമ്പോൾ അതിന് വളരെയേറെ സിഗ്നിഫിക്കൻ്റ്, എനിക്ക് യേശുവുമായി ബന്ധപ്പെട്ട് എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം ഇതാണ്. ഏതോ കാലത്ത് നിന്ന് ഒരു കടലോര ഗ്രാമത്തിലിരുന്നു കൊണ്ട് ഒരാൾ സംസാരിച്ച വാക്കുകൾക്ക്
ഏതൊരു കാലത്തെയും പ്രകാശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇങ്ങനെ കൃത്യമായ ഇൻ്റലിജൻസും കൃത്യമായ പ്രകാശവുമുള്ള വാക്കുകളാണ്. ഇപ്പോഴും ഇത് തന്നെ പ്രശ്നം. എവിടെ ചെല്ലുമ്പോഴും ആ ദേശത്തിൻ്റെ ഭക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ഒരു സുവിശേഷ ജീവിതത്തിനകത്ത് പറ്റിപ്പോയ പാളിച്ച അതാണ്. ബാക്കി എല്ലാ ഇടങ്ങളിലും അപ്പോസ്തലന്മാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സഭകളും ആ ദേശത്തിൻ്റെ ആ കൾച്ചറുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിച്ചു. ഇപ്പോൾ ആൽഫയും ഒമേഗ ഞാനാണെന്ന ഫെറോസ് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ആൽഫ ഒമേഗ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശു പാർത്തിരുന്ന ദേശത്തിൻ്റെ ആൽഫാബറ്റ് അല്ല, അതിൻ്റെ ഒരു അക്ഷരമല്ല. അത് സുവിശേഷം മുമ്പോട്ട് കൊണ്ടുപോയ ഗ്രീക്ക് യവനദേശത്തെ ഭാഷയുടെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, അവസാനത്താണ് ഒമേഗ. അപ്പോൾ ആദ്യവും അന്ത്യവും ഞാനാകുമെന്ന് പറയുമ്പോൾ ആൽഫ ഒമേഗ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഈ പുതിയ നിയമത്തിലേക്ക് വന്നത്? അത് വേറൊരു നാടിൻ്റെ സംസ്കാരവുമായിട്ട് അനുരൂപപ്പെട്ടതാണ്. അതിന് തുല്യമായിട്ടൊരു പക്ഷേ നമ്മുടെ ദേശത്ത് വരാവുന്നൊരു വാക്ക് ആ അമ്മും എന്ന് പറഞ്ഞൊരു വാക്കാണ്. വാസ്തവത്തിൽ അതിനകത്തു നിന്നാണ് ഓമെന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ ഒരു സൂചന പോലും. പക്ഷെ അത് നമുക്ക് വളരെയേറെ ഭയത്തോടു കൂടിയും പേടിയോടുകൂടിയൊക്കെയാണ് പലരും അതിനെ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈശ്വരന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു വിചാരം ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും അങ്ങ് തന്നെയാണെന്നുള്ള ഒരു 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 പ്രണവമാണ്, ഒരു നമസ്തയാണ് ഏറ്റവും നല്ലത്. കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം മുമ്പോട്ടുണ്ട്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് നടന്നിട്ടുള്ളത് ഇങ്ങനെ ആഫ്രിക്കൻ ദേശങ്ങളിലാണ്. അവിടെ കൃത്യമായിട്ട് അവർ ഈ പറഞ്ഞ അപ്പോസ്തലന്മാർ കൊണ്ട് കടന്ന അല്ലെങ്കിൽ ക്രിസ്തുബോധത്തിൽ നിന്നുണ്ടായ സന്ദേശങ്ങളൊക്കെ അവരുടെ ദേശത്തിൻ്റെ ഒരു രീതിയായിട്ട് മാറി. ഒരു ആഫ്രിക്കൻ ക്രിബ് സെറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ പോലെ നിങ്ങൾക്കറിയാൻ പറ്റും, അതിനകത്ത് ഈ പറയുന്ന ഇടയന്മാരുടെ കൂടെ നിൽക്കുന്ന നായ്കളാണ്. കാരണം ആ നാട്ടിൽ നായെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ വേട്ടയ്ക്ക് പോകുന്നവരും ഈ പറഞ്ഞ കാറ്റിലിനെ സംരക്ഷിക്കുന്നവരുമൊക്കെ എപ്പോഴും ഒരു വാച്ച് ഡോഗ് ഉണ്ടാകും. അപ്പോൾ ഒരു ഇടയന്മാർ ഈ പറഞ്ഞ പുൽക്കൂട്ടി നിൽക്കുമ്പോഴേക്കും ആ ഇടയൻ്റെ കൂടെ നിൽക്കുന്നത് നായയാണെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് നമ്മുടെ കൃപിനകത്തൊരു നായ വരുന്നില്ല. നമ്മൾ ഏതൊരു ദേശത്തിൻ്റെ അതേ കാര്യങ്ങളുടെ പകർപ്പ് മാത്രം എടുക്കാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടണമെന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ വസൂലി ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അത്തരം ഒരു സാംസ്കാരിക അനുരൂപണം നടക്കാത്തതിൻ്റെ ഒരു പ്രതിസന്ധി കൂടിയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ആരാധനക്രമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും. ആരാധനക്രമമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളുമൊക്കെ ഏതോ ദേശങ്ങളിൽ ഏതോ കാലവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതേപോലെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കാനോ ഒക്കെ ഉള്ള താല്പര്യമോ വൈമുഖ്യമോ ഒക്കെ കൊണ്ടാണ്. അപ്പോൾ ഒരു അനുരൂപണം എന്ന് പറഞ്ഞൊരു സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞൊരു പദം കുറച്ചുകൂടി ഭംഗിയായിട്ട് ബോധത്തിലേക്ക് വന്നാൽ നല്ലതായിരിക്കും. ഏതിടത്തിൽ ചെന്നാലും ആ ഇടത്തിൽ അർഹതയുള്ളവരോടൊപ്പമായിരിക്കുക, അവർ വിളമ്പുന്നതൊക്കെ നിങ്ങൾ ഭക്ഷിക്കുക. ആ അർഹതയുള്ളവർ വിളമ്പുന്ന ഒന്നാണ്. അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിചാരമാണ്. എന്തും സ്വീകരിക്കാനോ എന്തിൻ്റെയും ഒരു ഇരയായി മാറാനോ നമ്മൾ പറയുന്ന കണക്ക് ഇങ്ങനെ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നുക എന്ന് പറയുന്ന ലളിതമായ നിലനിൽപ്പിൻ്റെ തത്വശാസ്ത്രം പറഞ്ഞു തരികയല്ല. ആ നാടിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള കാര്യങ്ങളുമായിട്ട് സംസ്കരിക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അക്ഷരാർത്ഥത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നു ഈ പറഞ്ഞ വിളമ്പിത് ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. കാരണം മനുഷ്യർ തങ്ങൾ ഭക്ഷിക്കുന്ന രീതികളെക്കുറിച്ചും ഭക്ഷിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായത്. വടക്കേ ഇന്ത്യയിലൊക്കെ അതിൻ്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഒരുപക്ഷെ നമ്മൾ പാർക്കുന്ന ദേശത്ത് നടക്കുന്നുണ്ടാവില്ല. പക്ഷെ അതിന് നിരക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അതിനോട് തർക്കിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള ഒരു ഒരു അന്തരീക്ഷം കാറ്റിലുണ്ട്. മനുഷ്യർ എന്ത് ഭക്ഷിക്കുന്നുള്ളത് എത്ര അപ്രധാനമാണെന്നും അവരുള്ളിലേക്ക് വരുന്നതല്ല, അവരുടെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ അവർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ ഒരാളുമായി ബന്ധപ്പെട്ട ഒരു ധർമ്മശാസ്ത്രത്തിനകത്ത് ഭക്ഷണം വിഷയം പോലും ആകാൻ പാടില്ല. വാസ്തവത്തിൽ യേശു ഇത് പറയുമ്പോൾ അവൻ്റെ സംസ്കാരത്തിലുണ്ടാക്കിയ നടുക്കം വല്ലാത്തതാണ്. ആ ഘോഷ എന്ന് പറയുന്ന ആ ജ്യൂസിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്. എന്തൊക്കെയാണ് ശുദ്ധമെന്നും എന്തൊക്കെയാണ് അശുദ്ധമെന്നും അവർക്കൊരു പട്ടികയുണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ പോകുന്നിടത്തൊക്കെ ആ വിളമ്പുന്നത് ഭക്ഷിക്കുക. ഇപ്പോൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടെക്സ്റ്റുകൾ വായിക്കുമ്പോഴേക്കും
എന്തുമാത്രം ഓർത്തഡോക്സ് ആയിട്ടാണ് ചില വിശദീകരണങ്ങൾ വരുന്നത് പറയുക. കാരണം യേശു പറയുന്നത് യഹൂദ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവർ വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നൊക്കെ പറയും. പിന്നെയും നമ്മുടെ ലോകത്തെ വിശാലമാക്കാനായിട്ട് അവിടെ ശ്രമിക്കുമ്പോൾ എത്ര ചെറിയ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. 1-2 പുസ്തകങ്ങളുമൊക്കെ ഉണ്ട് യേശു എന്ത് ഭക്ഷിച്ചു എന്നുള്ളതിനെക്കുറിച്ച്. ഒരെണ്ണം വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ്. ആ പുസ്തകത്തെ ആധാരമാക്കിയിട്ട് ഒരു കൃത്യമായിട്ടൊരു ഡയറ്റിംഗ് ഒരു ചാർട്ട് പോലും ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊക്കെ പറയാൻ ശ്രമിക്കുന്നത് യേശു ഭക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ഘോഷയ്ക്ക് നിരക്കുന്ന ഒരു ഭക്ഷണം എന്ന നിലയിലാണ്. അതല്ല, അൾട്ടിമേറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം എന്ന് പറയുന്നതിനകത്ത് ഇത്രയും തരംതിരിവുകളോ ഇത്രയും നല്ലതോ ചീത്തയോ എന്നുള്ള വേർതിരിവുകൾ പാടില്ലെന്ന് തന്നെ രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ചില നിലപാടുകൾ എടുക്കേണ്ട വൈകിയ വേള കൂടിയായത്. കാരണം അത്രമാത്രം ഭക്ഷണം മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു എലമെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയിടത്തല്ല നമ്മൾ അവസാനിപ്പിക്കുന്നത്. തുടങ്ങിയത് വെറുതെ ജീവിതാനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരുന്നു. നിങ്ങൾ ഓർഡർ ചെയ്തതല്ല നിങ്ങൾക്ക് വിളമ്പി കിട്ടാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മോശമായൊരു കാര്യം കിട്ടിയെന്നുള്ളതല്ല. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ആ ചെറിയൊരു വാക്കിനകത്തുള്ള ഒരു പൊളിറ്റിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയപരമായ ഒരു ശരിയുണ്ട്, ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. മനുഷ്യരെ വിളമ്പുന്ന കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരിലല്ല അവരെ തരംതിരിക്കേണ്ടത്. നമ്മുടെ ഒരു കവിയും അക്കാലത്തെ ഒരു മുതിർന്ന കവിയും തമ്മിലുള്ള ഒരു സംഭാഷണം ചുള്ളിക്കാടിൻ്റെ ആത്മകഥയുമായിട്ട് ബന്ധപ്പെട്ട ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള കുറിപ്പുകളിൽ വായിച്ചിട്ടുണ്ട്, ചിദംബര സ്മരണകളിൽ വായിച്ചിട്ടുണ്ട്. കവി ഇങ്ങനെ ഏതോ ഒരു ക്ഷേത്രത്തിലെ ഒരു ഊണിൻ്റെ മെച്ചമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്ന അങ്ങനെ ഒരു ചോദ്യമാണ്, ഈ പ്രതുക്കൾക്ക് വേണ്ടി കരുതി വച്ചിരുന്ന, ബലിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അങ്ങേക്ക് അറിയാമോ? അത് വല്ലാത്ത ഒരു ചോദ്യമാണ്. പിന്നീട് ഒന്നും പറയാതെ ഈ വലിയ വിരുന്നിൻ്റെ ഭംഗി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മുതിർന്ന കവി നിശബ്ദനായെന്ന് പറഞ്ഞ ആ സംഭവം അവസാനിക്കുക. വിശപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ലോകത്ത് ഇത്രയും കൃത്യമായിട്ട് നമുക്ക് ചുറ്റിനും കടന്ന് നിലവിളിക്കുമ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും ഭക്ഷണത്തെക്കുറിച്ചുള്ള തീർപ്പുകളുമൊക്കെ അശ്ലീലം പിടിച്ച ഒരാഡംബരം മാത്രമാണ്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.